ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവിൽ അടി പൊട്ടിയിരിക്കുകയാണ്. ഹൗസ് മൊത്തം അങ്ങനെ ഒരു ശാന്തസുന്ദരമായിരിക്കുകയാണ്. അത്രയധികം തന്നെ ബിൻസി ഹൗസിനെ അങ്ങ് പിടിച്ച് കുലുക്കിയെന്ന് തന്നെ പറയാം. അതായത് മസ്താനിയായിട്ടുള്ള ഫൈറ്റാണ്. മസ്താനി വന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടി ബിൻസിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. വേണ്ട, നിൻ്റെ ക്ഷമയൊക്കെ എനിക്ക് കുറേ കണ്ടാണ്. നീ എന്നെ ഇൻ്റർവ്യൂവിന് വെച്ച് വിളിച്ച് വരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് ഇവർ അടി തുടങ്ങുന്നത്. അതായത് വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് ചോദിച്ചെന്നോ പറഞ്ഞെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്കാർക്ക് വേറെ ഇൻ്റർവ്യൂ ഒന്നും കേൾക്കാനുള്ള സമയമില്ല. അപ്പോൾ എന്തായാലും ഇതിനെ ചൊല്ലിയുള്ള ഒരു വലിയ തർക്കമാണ്. അപ്പം വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നീ ചോദിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ബിൻസി പറയുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്കത് പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങളത് കട്ട് ചെയ്ത് കളയത്തില്ലായിരുന്നോ എന്നുള്ള രീതിയിൽ മസ്താനി ചോദിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഞാൻ വല്ല കട്ട് ചെയ്യാൻ പറഞ്ഞാലോ എഡിറ്റ് പോകാൻ വേണ്ടി ശ്രമിച്ചാലോ അപ്പം നിങ്ങൾ വേറൊരു കണ്ടൻറ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇല്ല, നമുക്കിവിടെ നിങ്ങൾക്ക് മോശമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ മസ്താനി പറയുന്നുണ്ട്. ഇല്ല, നിങ്ങൾ മനഃപൂർവ്വം തന്നെ എന്നെ താർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നിങ്ങളതെനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു തന്നൊക്കെ പറഞ്ഞുള്ള അടിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതെല്ലാം പറയുന്ന സമയത്ത് ബിൻസി എന്തോ ദാരിദ്ര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല, ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ചാച്ചൻ്റെ ഒട്ടയ്ക്കല്ല നീ ഇവിടുന്ന് പോയത് എന്നുള്ള രീതിയിൽ മസ്താനി ചോദിക്കുന്നുണ്ട്. അതായത് നീ ഒരു നാണോ ഇല്ലാതെയാണ് നീ ഇവിടെ ഇറങ്ങിപ്പോയിട്ടുള്ളത്, ഞാൻ അന്തസ്സോടെയാണ് പോയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബിൻസി പറയുന്നുണ്ട്. കണ്ടായിരുന്നു, ചാച്ചൻ്റെ ഹോട്ടലിലല്ലേ പോയത് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് അവിടെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള പിന്നെ സംസാരങ്ങളായിട്ട് മാറുവാണ്. അപ്പോൾ അനീഷ് അവിടെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ അനീഷിൻ്റെ അടുത്ത് കയറി ഭയങ്കര തന്നെ ദേഷ്യപ്പെടുകയാണ്. അനീഷ് വലിയ നന്മ വരെ ഒന്നും കളിക്കണ്ട കേട്ടോ എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയണം. എന്താണ് ഈ ഷാനവാസയ്ക്ക് പറയുന്നത്? ഒരാൾ അണി നടക്കുന്ന സമയത്ത് അത് മാറ്റി നിർത്താൻ നോക്കുന്നതാണോ പ്രശ്നം? ബിഗ് ബോസ് അതിലും വലിയ ഗെയിമൻ. പുള്ളിക്കാരൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പുള്ളി പറയണ്ടേ, മിണ്ടായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന അടിയേ ഉള്ളൂ. പുള്ളിയും മിണ്ടുന്നില്ല. ആ പടം മിണ്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അനീഷിനെ എല്ലാവരും മോശക്കാരനും ആക്കുവാണ്. നീ മസ്താനിന്ന് പേരും മാറ്റി പൊട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പഴയ സ്വഭാവം ഒന്നും മാറത്തൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. എന്നെ വളർത്താൻ നല്ലൊരു അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു, നിനക്കത് ഇല്ലാതെ പോയി, അതിൻ്റെ ഒരു പ്രശ്നമാണ് നിനക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാണ് ബിൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ റീയൂണിയൻ കൂടാൻ വന്നതാണ്, അപ്പോൾ ആ രീതിയിലുള്ള സംസാരിച്ചാൽ പോരെ എന്നുള്ള രീതിയിലാണ് മസ്താനി ചോദിക്കുന്നത്. ഇതൊക്കെ പുറത്തത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ബിഗ് ബോസ് തന്നെയാണ് ഇതിന് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ചുക്കാൻ പിടിച്ചു കൊടുക്കുക.